125 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടതും ഇന്നും ബെസ്റ്റ് സെല്ലറായ ഒരു ഔഷധം വിപണിയിലുണ്ട്. അതെന്താണെന്നല്ലേ? അമൃതാഞ്ജൻ ബാം. നിങ്ങൾക്കറിയാമോ ഈ ചെറിയ ആയുർവേദ വേദന സംഹാരി ബ്രാൻഡ് തലമുറകളിലൂടെ ഒരു സുഹൃത്തായി മാറിയത് എങ്ങനെയാണെന്ന്? നമുക്ക് അതിന്റെ പിന്നിലെ കഥയറിയാം. വർഷം 1893. പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കാശിനാഥുനി നാഗേശ്വര റാവു വേഗത്തിലും ഫലപ്രദമായും വേദന സംഹാരത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു. ആയുർവേദ ചേരുവകൾ ഉപയോഗിച്ച് അമൃതാഞ്ജൻ പെയിൻ ബാം വികസിപ്പിച്ചു. ബാം ഹിറ്റായി. നിമിഷങ്ങൾക്കകം ഇന്ത്യയിലെ ആദ്യത്തെ ഓവർ ദി കൗണ്ടർ വേദന സംഹാരികളിൽ ഒന്നായി അമൃതാഞ്ജൻ മാറി. പരസ്യങ്ങൾ വായ്മൊഴിയായി പോലും കേട്ടിട്ടില്ലാത്തൊരു സമയം, വർഷം 1893. അമൃതാഞ്ജൻ വായ്മൊഴിയായി എല്ലാ വീടുകളിലും സ്ഥാനം പിടിച്ചു. തലവേദന, പേശിവേദന, സീസണൽ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള തൽക്ഷണ ആശ്വാസം നൽകുന്ന ഉൽപ്പന്നമായി ഇത് മാറി. ഇത്രയും ശക്തമായ ഒരു ബ്രാൻഡിന് എന്തിനാണല്ലേ പരസ്യങ്ങളെല്ലാം? കാരണം അമൃതാഞ്ജൻ വീട്ടിലെ സ്ഥിരം അവശ്യ വസ്തുവായി മാറി. മഞ്ഞജാറും പച്ചലോഹവും അമൃതാഞ്ജനെ വിശ്വാസത്തിന്റെ പ്രതീകമാക്കി മാറ്റി. 1990കളിൽ വിക്സ്, അയോഡെക്സ് പോലുള്ള ആഗോള ബ്രാൻഡുകൾ വിപണിയിൽ സ്ഥാനം പിടിച്ചപ്പോഴും അമൃതാഞ്ജൻ തന്റെ മഞ്ഞജാറും പച്ചലോഹവുമായി വിപണിയിൽ തലയുയർത്തി നിന്നു. അമൃതാഞ്ജൻ വേദന സംഹാരിയിൽ മാത്രമായി ഒതുങ്ങിയില്ല. പെയിൻ പിക്ചേഴ്സ്, റോൾ ഓൺസ്, കഫ് സിറപ്പ് ആൻഡ് ഈവൻ സാനിറ്ററി നാപ്കിൻസ് എന്നിവയിലേക്ക് അവയുടെ സാമ്രാജ്യം വികസിപ്പിച്ചു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, തലമുറകളായി ആളുകൾ വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡ് വികസിപ്പിച്ചെടുക്കുക. നിങ്ങളുടെ ആധികാരികത നിലനിർത്തുക. നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടാതെ വിപുലീകരിക്കുക. അങ്ങനെയാണ് അമൃതാഞ്ജൻ ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ വേദന സംഹാരി ബ്രാൻഡായി നിലനിന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇനി ഏത് ബിസിനസ് ഐഡിയയാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ്വാല, ബി ദ ബോസ്.